അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. എന്താണ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്? ആൻഡ് ഇക്വേഷൻസ് ഇൻവോൾവിങ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഓഫ് എ വേരിയബിൾ ആർ കോൾഡ് ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്. അപ്പോൾ എന്താ പറയുന്നത്? ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷനെയാണ് എന്ത് പേര് പറയുന്നത്? ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ദ സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് ഫോർ വിച്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 2π ആർ കോൾഡ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. Then the expression involving integer n which gives all solutions of a trigonometric equation is called the general solution. Integer n ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷനെയാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനെയാണ് എന്ത് പറയുന്നത്? ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് പറയുന്നത് ഇത്തിരി തിയറംസ് ഉണ്ട്. ഫസ്റ്റ് തിയറം ഞാൻ പറയുന്നു. നെക്സ്റ്റ് ഇതിൽ തിയറംസ് ഒരു 2-3 തിയറം പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എനി റിയൽ നമ്പർ എക്സ് ആൻഡ് വൈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ, ഇതൊരു റിയൽ നമ്പേഴ്സ് ആവട്ടെ എക്സും വൈയും, അപ്പം സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ വിച്ച് ഇംപ്ലൈസ് രണ്ട് ആംഗിൾ സൈനിൻ്റെ ഒരേ ആംഗിൾസ് രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ വൈ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എൻ പൈ പ്ലസ് മൈനസ് 1/n ഇൻറ്റു വൈ where n belongs to n. Second theorem പറയുന്നത് for any real number x and y cos x is equal to cos y then x equal to 2n pi plus or minus y where n belongs to z. The last theorem പറയുന്നു theorem 3, if x and y are not odd multiple of pi by 2 then tan x is equal to tan y which implies x is equal to n pi plus y where n belongs to z. അപ്പം ഇങ്ങനെ 3 തിയറംസ് പറയുന്നുണ്ട്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം നോക്കാം. ശ്രദ്ധിക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻസ് sin x is equal to √3/2. ഇങ്ങനത്തെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ sin x ഈക്വൽ ടു √3/2. sin x is equal to √3/2 എന്നതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ sin xന്റെ ഏത് വാല്യൂവിനാണ് √3/2 എന്നുള്ളത് നോക്കാം. sin π/2 ആണോ π/3 ആണോ π/6 ആണോ? അപ്പോൾ ആ ഒരു ടാബിൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കറക്റ്റായിട്ട് അതിൽ നിന്ന് നോക്കുക ഏത് വാല്യൂസിനാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കിട്ടും. ഇനിയും ഒന്നിൽ കൂടുതൽ വാല്യൂസിന് √3/2 എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം എങ്ങനെ കാണുന്നുള്ളത്. വി ഹാവ് sin x is equal to √3/2 ആൻഡ് സൈൻ ഏതിനാ √3/2? ഞാൻ പറഞ്ഞു sin π/3ക്കാണ്. sin π/3 ഈസ് ഈക്വൽ ടു, ഇനിയോ sin π/3 ഈസ് ഈക്വൽ ടു √3/2 ആണ്. അപ്പോൾ sin π/3 എന്ന് നമുക്കറിയാം sin x is equal to sin π minus x എന്ന ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ sin π/3 is equal to sin π minus π/3. അപ്പോൾ എന്ത് വരുന്നുണ്ട്? π minus π/3 എന്ന് വരുമ്പോൾ 3 into π sin 3π minus π all divided by 3 is equal to sin 2π/3. അതും എന്ത് തന്നെയാ? √3/2 ആണ്. അപ്പം ഒരു π/3 എന്ന വാല്യൂവിനും 2π/3 എന്ന വാല്യൂവിലും ഏത് വാല്യൂ ആണ് കിട്ടുന്നത്? സൈനിൻ്റെ ആംഗിള് √3/2 ആയിരിക്കും. അപ്പം അതിനെയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആർ x equal to π/3 and 2π/3. ഏതിൻ്റെ? sin x equal to √3/2 എന്നുള്ളത്. അപ്പോൾ അതിൽ ഐഡന്റിറ്റി അറിയേണ്ടതെന്ന് വെച്ചാൽ സൈൻ ഏത് വാല്യൂവിനാണ് √3/2 എന്നറിയണം. എഗെയിൻ sin π minus x അഥവാ sin x is equal to നമുക്കൊരു ഫോർമുലയും കൂടി നമ്മൾ ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. sin x equal to sin π minus x. അപ്പോൾ അങ്ങനെയാണ് π minus x ന് പകരം ഇവിടെ എന്തുണ്ട്? π/3. അപ്പോൾ sin π minus π/3 is equal to 2π/3. That is √3/2. Therefore, the principal solutions of the sin x equal to √3/2 is π/3 and 2π/3. Okay. Next problem നോക്കൂ. Find the principal solution of the equations tan x equal to -1/√3.
tan x ഈക്വൽ ടു മൈനസ് 1/√3. അപ്പോൾ ആലോചിക്കുക, tan എക്സിന് ഏതിലാണ് 1/√3 വരുന്നത് എന്നുള്ളത്. tan എക്സിന്റെ ഏത് വാല്യൂനാണ് നമുക്കറിയാം, π/6 അല്ലേ. അപ്പം π/6 അഥവാ 30 ഡിഗ്രി ആണല്ലോ. അപ്പം അതിലാണ് 1/√3 വരുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്, മൈനസ് ഉണ്ട്. അപ്പം അതാണ് മൈനസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കാം. വി ഹാവ് tan minus π/6 is equal to minus 1/√3. അഥവാ tan minus x is equal to minus tan x ആണ്. അപ്പോൾ tan minus π/6 is equal to minus 1/√3 and tan π/6 നോക്ക് എങ്ങനെ മാറ്റി എഴുതാം, tan π minus π/6 അഥവാ minus tan x is equal to tan π minus x. tan π minus x is equal to minus tan x. അപ്പോൾ അതിൽ നിന്നുമാണ് നമ്മൾ ഇത് എടുക്കുന്നത് minus tan x equal to tan π minus x. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് നോക്കൂ. എന്താ വരുന്നത്, 6 into π, 6π minus π, 5π/6, that is minus 1/√3. അടുത്ത നോക്കാം, minus tan π/6 is equal to tan 2π minus π/6. അങ്ങനെ ഒരു വരുന്നുണ്ട്, tan minus x is equal to tan 2π minus x. അപ്പോൾ ആ ഒരു വാല്യൂ കൂടെ അതിൽ കൊടുക്കുകയാണ്. അപ്പോൾ minus tan π/6 is equal to tan 2π minus π/6 is equal to 2π. എന്താ വരുന്നത്, 2π into 6 12π, 12π minus π 11π/6 is equal to minus 1/√3. അപ്പോൾ tan x √1/√3 ആകുന്നത് ഏതിലാണ്, π/6ലാണ്. അപ്പോൾ മൈനസ് ആയതുകൊണ്ട് minus π/6 അല്ലേ. ആൻഡ് ഏതൊക്കെ വരുന്നുണ്ട്, 2π minus π/6 അഥവാ 11π/6. That is, the principal solutions are x equal to π/6 and 11π/6. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടെത്താനുള്ളത്. നെക്സ്റ്റ് അടുത്ത പ്രോബ്ലം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. സോൾവ് നെക്സ്റ്റ് ടൈപ്പിലുള്ളത് സോൾവ് cos x is equal to 1/2. cos x is equal to 1/2. ഇവിടെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ജനറൽ സൊല്യൂഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. സോൾവ് ചെയ്യാൻ അഥവാ സോൾവ് എന്ന് പറയുന്നത് എന്താ, ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് x ഈക്വൽ ടു എന്താണ്. അപ്പം സോൾവ് cos x is equal to 1/2. then cos x is equal to 1/2. കോസിന് ഏത് വാല്യൂ ഇല്ല 1/2 ആകുന്നത്, cos π/3 അല്ലേ. അഥവാ cos 60ലാണ്, cos 60 ആണ് എന്താകുന്നത് 1/2 അഥവാ cos π/3. അപ്പോൾ നമുക്ക് തിയറത്തിലെ സെക്കൻഡ് തിയറം 2, cos x is equal to cos y which implies x equal to 2n π plus or minus y. തിയറം 2 എന്താ പറയുന്നത്, cos x is equal to cos y ആണെങ്കിൽ x equal to 2n π plus or minus y. അങ്ങനെയാണെങ്കിൽ cos x is equal to ഇവിടെ എന്താ വരുന്നിരിക്കുന്നത്, cos π/3. cos x is equal to cos π/3 which implies x equal to 2n π plus or minus ഇവിടെ y ക്ക് പകരം ഇവിടെ എന്താണ് π/3. y ക്ക് പകരം π/3. അപ്പം അതങ്ങനെ അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, x equal to 2n π plus or minus π/3. ഇത്രയാണ് കാണേണ്ടത്. സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സോൾവ് tan 2x is equal to minus cot x plus π/3. അപ്പം എന്നത് എഴുതാൻ നമുക്ക്, given that tan 2x equal to minus cot x plus π/3. okay, അപ്പം we have tan 2x is equal to tan π/2 plus x plus π/3. then ഇവിടെ π/2 plus π/3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 5π/6 വരുന്നു plus x. then by theorem 3 tan 2x is equal to tan നമുക്ക് തന്നത് എഴുതാം 5π/6 plus x. then 2x which implies 2x is equal to n π plus x plus 5π/6. then 2x ഈ x നെ കൊണ്ട് കൊണ്ടുവരുന്നു, 2x minus x is equal to n π plus 5π/6. that is x is equal to n π plus 5π/6. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു ടൈപ്പും കൂടി ഉണ്ട്, അടുത്ത പ്രോബ്ലം നോക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. സോൾവ് sin 2x minus sin 4x plus sin 6x is equal to 0. കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്. ഷുവറാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും പേപ്പറിലും ഉണ്ടാവാറുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം sin 2x minus sin 4x plus sin 6x is equal to 0.
അപ്പോൾ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, ഇതിൻ്റെ മുമ്പ് നമ്മളിതിനെ പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, sin x പ്ലസ് sin y എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കിവിടെ sin 6x ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. sin 6x കണ്ടോ, തേർഡ് ടേമിനെ ഫസ്റ്റ് ടേം ആക്കി എഴുതുന്നു. sin 6x പ്ലസ് sin 2x മൈനസ് sin 4x is equal to 0. അപ്പോൾ ഇവിടെ sin x പ്ലസ് sin y എന്ന ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യാണ്. തന്നെ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നു 2 sin x plus sin y is equal to എന്താ 2 sin x plus y by 2 into cos x minus y by 2. Here x equal to 6x and y is equal to 2x. അപ്പം അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2 sin 6x plus 2x by 2 into cos 6x minus 2x by 2 minus ഈ sin 4x അവിടെ എഴുതുന്നു. Then minus sin 4x is equal to 0. അതിനൊന്നും കൂടെ റെഡ്യൂസ് ചെയ്യുമ്പോൾ 2 sin 6x plus 2x 8x by 2 4x into cos 6x minus 2x 4x by 2 2x. അപ്പം 2 sin 4x into cos 2x minus sin 4x is equal to 0. അപ്പം ഈ രണ്ട് ടേമിലും sin 4x ഉണ്ട്, തന്നെ അതിനെ ഔട്ട് സൈഡ് എടുക്കുന്നു. sin 4x into 2 cos 2x, ഇവിടുത്തെ ഈ ഒരു 2ഉം ഇവിടുത്തെ cos 2xും. അപ്പം 2 cos 2x മൈനസ് sin 4x എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉള്ളത് ബാക്കി 1 ആണ്. അപ്പോൾ -1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് ടേം x into y is equal to 0 ആണെങ്കിൽ either x equal to 0 or y is equal to 0. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നു sin 4x is equal to 0 or 2 cos 2x minus 1 equal to 0. അപ്പോൾ സൈനിന് ഏത് വാല്യൂല 0 ആകുന്നത്? sin 0 അല്ലേ. അപ്പോൾ sin 4x is equal to 0 equal to sin 0. അപ്പോൾ sin x equal to sin y അഥവാ sin x is equal to 0 ആണെങ്കിൽ x equal to n pi, അത് പഠിച്ചിട്ടുണ്ടല്ലോ ബൈ തിയറം 1. അപ്പം 4x is equal to n pi plus sin x is equal to n pi plus minus 1 raised to n into 0 or 2 cos 2x is equal to -1 അങ്ങോട്ട് പോകുന്നു +1 ആകുന്നു. Again 4x is equal to ഇവിടെ -1 into 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം 4x is equal to n pi, then x equal to n pi by 4. ഈ 4 ഇങ്ങോട്ട് വരും, അപ്പം ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. or cos 2x equal to ഈ 2 അങ്ങോട്ട് പോകുന്നു 1/2 ആകുന്നു. cos x-ന് ഏത് വാല്യൂലാ 1/2 ആകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു cos pi by 3. ഓക്കെ, cos pi by 3 ആണ്. അപ്പം 2x is equal to cos x is equal to cos y ആണെങ്കിൽ x equal to by theorem 2 അവിടെ എന്താ പറയുന്നത്? 2x is equal to 2n pi plus or minus pi by 3. then x equal to 2n pi by 2. അപ്പോൾ 2 ക്യാൻസൽ ആയി ബാക്കി എന്തുണ്ട്? n pi മാത്രമുണ്ട്. അപ്പോൾ then n pi by 3 by 2 അതാ എന്തായി മാറുന്നു? pi by 6. അപ്പോൾ x equal to 2n pi by 2 വരുമ്പോൾ n pi plus or minus pi by 6. കണ്ടോ, അനദർ ഒരു വാല്യൂ കൂടെ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ഇത് നോക്കി പഠിക്കുക, ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം ഇത് നോക്കുക. ഞാൻ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇത് പഠിക്കുക, പ്രോബ്ലം ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ട്രിഗോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ